അങ്ങനെ നമ്മുടെ എനർജി എല്ലാം ഇന്നലത്തെ ഫുഡിൽ നിന്ന് മാക്സിമം കയറിയിട്ടുണ്ട്. ഇന്നും നമ്മൾ കോളക്സി തുടങ്ങി. വൈറ്റമിൻ ക്യാപ്സ്യൂൾസ് പ്രത്യേകിച്ച് പറയുന്നില്ല, നമ്മൾ ഓൾറെഡി അതിനെപ്പറ്റി ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ വർക്ക് പ്ലേസിലോട്ട് പോകുന്നു. ഓൺ ദ വേ പഠിക്കാൻ ടൈം ഉള്ളതുകൊണ്ട് കുറച്ച് പൈത്തൺ പഠിച്ചു. അവിടെ ചെന്നിട്ട് കുറച്ച് നേരം റൂമൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് കഴിക്കാൻ സമയമായി. ചെറി ടൊമാറ്റോ ഇല്ല, നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട് ആ സാധനത്തിനെ. മിക്കതും തന്നെ ഇരുന്നത് ചീഞ്ഞു പോയിരുന്നു. ഇൻസ്പെക്ട് ചെയ്തെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. സമ്മറാണിപ്പം, നല്ല ചൂടുകൊണ്ട്. ഇതാണ് നമ്മുടെ പ്രീ വർക്കൗട്ട്. കോഫി, പിങ്ക് സോൾട്ട്, കുറച്ച് ഹണി, ചൂടുവെള്ളം. സിമ്പിളാണ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാർബ് സോഴ്സ് ആയിട്ട് ഞാൻ കുറച്ച് റാപ്പും അവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന ചിക്കനും എടുത്തു. ഹൈഡ്രേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. ചെന്നിട്ട് പുൾ ഡൗൺ മിക്കതും തന്നെ 3 സെറ്റ് 12-8. അതിൻ്റെ കൂട്ടത്തിൽ ഷോൾഡർ പ്രസ്, പിന്നെ ഡംബൽസിൻ്റെ ഷ്രഗ് ചെയ്തു. ലോ കേബിൾ റോ അത് 3 സെറ്റ്. റിയർ ഡെൽറ്റോയിഡിൻ്റെ ഫ്ലൈസ് അതും 3 സെറ്റ്. ഡംബൽ സൈഡ് ലാറ്ററൽ റൈസസ്, പിന്നെ ഹെവി ഡംബൽ റോസ് ചെയ്തു. ചെസ്റ്റിൻ്റെ 30 ഡിഗ്രി ഇൻക്ലൈൻ പ്രസ് ചെയ്തു. ഡംബൽ പുൾ ഓവർ ചെയ്തു. മാക്സിമം സെറാട്ടസ് ആണ് ഇവിടെ ഫോക്കസ് ചെയ്തേക്കുന്നത്, പക്ഷേ ചെസ്റ്റും കൂടെ സ്ട്രെച്ച് ആകുന്ന രീതിയിൽ നല്ല അടിപൊളി ഒരു പമ്പാണ് നിൽക്കുന്നത്. വി ആർ സാറ്റിസ്ഫൈഡ്. അവിടുന്ന് നേരെ നമ്മൾ പെഗ് ഡെക്കിലോട്ട് ചെന്നു. പെഗ് ഡെക്ക് കഴിഞ്ഞപ്പോഴേ നമ്മൾ ക്രോസ് ഓവറാണ് ചെയ്തത്. അത് മാത്രം 3 സെറ്റ് 20 റെപ്പറ്റീഷനാണ്. പുറത്തിപ്പോഴും നല്ല വെയിലുണ്ട്. ഓൺ ദ വേ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പം വാച്ച് പറഞ്ഞു 10,000 സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. തിരിച്ചു വന്നത് നമ്മുടെ പോസ്റ്റ് വർക്കൗട്ട് ഷേക്ക്, ബനാന, 250 grams ഓഫ് മാംഗോസ്, അതിൻ്റെ കൂടുതൽ 400 grams ഓഫ് എഗ് വൈറ്റ്സ്. അത് പാസ്ചറൈസ്ഡ് ആണ്, സോ കുക്ക് ചെയ്ത് കഴിക്കാം. ഉപ്പ് നമ്മളെ ചതിച്ചു, അതുകൊണ്ട് നമുക്ക് സ്റ്റേക്ക് അത് കഴിഞ്ഞിട്ട് ഉപ്പെല്ലാം എടുത്ത് കളഞ്ഞ് ഉണ്ടാക്കി ലാസ്റ്റ് മീലായിരുന്നു ഫിനിഷ്.